ഇടുക്കിയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിലുണ്ടായത് വ്യാപക നാശനഷ്ടമാണ്. തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായി. പുളിയൻമല സംസ്ഥാന പാതയിൽ കരിപ്പലങ്ങാടിന് സമീപം 5ലധികം വാഹനങ്ങളുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. അതിതീവ്ര മഴയ്ക്ക് കാരണം ലഘുമേഘവിസ്ഫോടനമാണ് എന്ന് സംശയമുള്ളതായി കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു. കോഴിക്കോട് ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായി. അവിടെ കക്കയത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. കക്കയം കല്ലനോട് 28ാം മൈലിൽ ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത്. PA സാഗർ ഇടുക്കിയിൽ നിന്ന്, ഒപ്പം MS അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് ചേരുന്നു. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഈ കോഴിക്കോട് കക്കയത്ത് ജനവാസ മേഖലയോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്കാണല്ലോ മണ്ണിടിച്ചത്. അവിടെ എങ്ങനെയാണ്? വലിയ നാശനഷ്ടമുണ്ടോ? ജനങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ഭീതിയുടെ സാഹചര്യം ഇല്ലല്ലോ അല്ലേ? എൽദോ, ഭീതിയുടെ സാഹചര്യമില്ല. കാര്യമായ ആൾനാശമോ അല്ലെങ്കിൽ മറ്റ് അപകടങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മണ്ണിടിച്ചിലല്ല, ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നു എന്ന ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ആണ് സംഭവം ഉണ്ടായത്. കോഴിക്കോട് കക്കയം കല്ലനോട് 28ാം മൈൽ എന്ന സ്ഥലത്ത് നജീബ് എന്നയാളുടെ കൃഷിയിടത്തിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. മലമുകളിൽ നിന്നും വലിയ തോതിൽ കല്ലുകൾ താഴേക്ക് വരികയായിരുന്നു. ഈ നജീബിന്റെ 3 ഏക്കർ കൃഷിയിടമുള്ളതിൽ ഏതാണ്ട് 1 ഏക്കറോളം ഒലിച്ചു പോയിരിക്കുന്നു എന്നതിനകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ ഉരുൾപൊട്ടി വന്ന ഇടത്ത്, ഈ പ്രധാനമായും പൊട്ടിയതിന്റെ താഴ്ഭാഗത്ത് നജീബിന്റെ ഒരു കോഴിഫാം ഉണ്ടായിരുന്നു. ഏതാണ്ട് 1200-ലധികം കോഴികളെ വസിപ്പിക്കാൻ പര്യാപ്തമായ കോഴിഫാമാണ്. കോഴികളെ അവിടത്തേക്ക് എത്തിച്ചിരുന്നില്ല. മറ്റ് സാങ്കേതിക സംവിധാനങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. വലിയ ഒരു ഫാമായിരുന്നു. ഈ ഫാമിന്റെ മുകളിലേക്കാണ് ഉരുൾക്കല്ലുകൾ വന്ന് പതിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കോഴിഫാം പൂർണ്ണമായി നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. 120-ലധികം കവുങ്ങുകൾ ഈ മലവെള്ളപ്പാച്ചിലിൽ ഉരുൾപൊട്ടി വന്നതിൽ തകർന്നു. ഒപ്പം നിരവധി മറ്റ് കാർഷിക വിളകളും നശിച്ചു കഴിഞ്ഞിരിക്കുന്നെന്നും വിവരമുണ്ട്. എന്തായാലും ഈ ഉരുൾപൊട്ടി വന്ന വലിയ കല്ലുകൾ ഈ കോഴിഫാമിന്റെ മുകളിലേക്ക് പതിച്ചതുകൊണ്ട് അവിടെ നിന്നും താഴേക്ക് കാര്യമായി ഒഴുകി പോകാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫാമിന് തൊട്ട് താഴെയായിരുന്നു നജീബിന്റെ വീടുണ്ടായിരുന്നത്. വീടിന്റെ ഭാഗത്തേക്ക് കല്ലുകൾ എത്തിയില്ല. വീടിന്റെ ഒരു വശത്ത് കൂടി കടന്നു പോവുകയാണ് ചെയ്തതെന്നും നജീബ് പറയുന്നു. എന്തായാലും വലിയൊരു അപകടം തന്നെ തലനാരിഴയ്ക്ക് ഒഴിവായി എന്ന് പറയാൻ കഴിയും. ജനവാസ മേഖലയാണെങ്കിലും മറ്റിടങ്ങളിലേക്ക് കാര്യമായി ഉരുൾപൊട്ടൽ പരക്കാത്തതിനാൽ വലിയ ഒരു ആശ്വാസവും ഉണ്ടായിരിക്കുന്നു. എന്തായാലും വലിയ കൃഷിനാശവും ഒപ്പം ഒരു കോഴിഫോം ആയതുകൊണ്ട് പൂർണ്ണമായി തന്നെ ഈ ഉരുൾപൊട്ടൽ തകരുകയും ചെയ്തിരിക്കുന്നു. എൽദോ, ഓക്കെ. അപ്പോൾ കോഴിക്കോട് കക്കയത്ത് നടന്നത് കേവലം മണ്ണിടിച്ചിലല്ല, അത് ഉരുൾപൊട്ടലാണെന്നുള്ള സ്ഥിരീകരണമാണ് MS അനീഷ് കുമാർ പങ്കുവയ്ക്കുന്നത്. ഞാൻ അനീഷിലേക്ക് വരാം. അല്ലെങ്കിൽ അനീഷ്, ഓക്കെ, ഞാൻ തൊടുപുഴയിലേക്ക് പോവുകയാണ്. അവിടെ PA സാഗർ ഉണ്ട് നമ്മോടൊപ്പം. സാഗർ, ഈ പുളിയൻമല സംസ്ഥാന പാതയിൽ അവിടെ 5ലധികം വാഹനങ്ങളുടെ മേലേക്ക് മണ്ണ് വീണു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ടല്ലോ. അപ്പോൾ ഈ വാഹനങ്ങളൊക്കെ വീണ്ടെടുത്തോ? മറ്റെന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത് തൊടുപുഴ ഭാഗത്ത്? എന്തോ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തൊടുപുഴ മേഖലയിൽ പെയ്ത മഴയിൽ വ്യാപകമായ ഒരു നാശനഷ്ടം ഉണ്ടായി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയാണ് ജില്ലയിൽ പെയ്തത്. പ്രത്യേകിച്ച് ലോ റേഞ്ച്, തൊടുപുഴ ഉൾപ്പെടുന്ന ലോ റേഞ്ച് മേഖലയിൽ ശക്തമായ ഒരു മഴ പെയ്തിരുന്നു. ഈ മഴയിലാണ് തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ മണ്ണിടുകയും പൂച്ചപ്ര എന്ന് പറയുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടാവുകയും ചെയ്തത്. ഈ തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാത ഈ യഥാസമയം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ 5 വാഹനങ്ങളുടെ പുറത്തേക്കാണ് ഈ മണ്ണിടിഞ്ഞു വീണത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ 2 വാഹനങ്ങൾ ഭാഗികമായി തകർന്നു. 2 കാറുകൾ ഭാഗികമായി തകർന്നു. മറ്റു വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പലയിടത്ത് ചെറുതും വലുതുമായ അനേകം മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. പൂച്ചപ്പുറ ഭാഗത്ത് വലിയ തോതിൽ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലയിൽ ഹെക്ടർ കണക്കിന് കൃഷിഭൂമി ഉൾപ്പെടെ ഒലിച്ചുപോയതായി പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഈ കനത്ത മണ്ണിടിച്ചിലും മഴയും കാരണം ഇന്നലെ രാത്രി തന്നെ ജില്ലാ ഭരണകൂടം തൊടുപുഴ പുളിയൻമല സംസ്ഥാന പാതയിലേക്കുള്ള രാത്രി യാത്ര ഇന്നലെ രാത്രി തന്നെ നിരോധിച്ചിരുന്നു. ഇത് നിരോധിച്ചത് കൂടാതെ ഈ ഭാഗത്ത് മണ്ണിടിച്ചത് മൂലം ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതോടെ വഴി തിരിച്ചാണ് ഇന്നലെ രാത്രി വാഹനങ്ങൾ കടത്തിവിട്ടത്. ഇതിനുശേഷമാണ് രാത്രി യാത്രയ്ക്ക് പൂർണ്ണമായ ഒരു നിരോധനം ഏർപ്പെടുത്തിയത്. ഇന്ന് രാവിലെയോടെ
മണ്ണുകൾ ഭാഗികമായി ഈ റോഡിലേക്ക് വീണ മണ്ണും മരവും ഉൾപ്പെടെയുള്ളവ നീക്കം ചെയ്ത് ഭാഗികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പൂർണ്ണ രീതിയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. എന്നാൽ ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട് എന്ന് ഉള്ളത് ഒരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഇന്ന് ഈ ഓറഞ്ച് അലർട്ട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉള്ളതിനാൽ വരും മണിക്കൂറുകളിൽ മഴ കനക്കുമോ എന്നൊരു ആശങ്ക ജില്ലയിൽ ഉടനീളം നിലനിൽക്കുന്നുണ്ട്. ഈ ഡാമുകളിലെ കാര്യം ഈ മഴ വരുമ്പോൾ തന്നെ ഡാമുകളിലെ കാര്യം വ്യത്യസ്തമല്ല. കാരണം ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ഇടുക്കി മലങ്കര ഉൾപ്പെടെയുള്ള ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഇന്നലെ മലങ്കര അണക്കെട്ട് 4 ഷട്ടറുകളാണ് ഇന്നലെ തുറന്നിരുന്നതെങ്കിൽ ഇന്ന് രാവിലെയോടെ 5 ഷട്ടറുകൾ ഉയർത്തി അധികമായി ജലം പുറത്തേക്ക് ഒഴുകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ തൊടുപുഴ ആറിലെ ഉൾപ്പെടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന ഒരു സ്ഥിതി നിലവിലുണ്ടായിട്ടുണ്ട്. ഈ തൊടുപുഴ മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവരോട് കനത്ത ജാഗ്രത പാലിക്കാനും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തോ ഓക്കെ, നാളെ ഇടുക്കിയിലും കോഴിക്കോടുമാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ളത്. പലയിടങ്ങളിലും നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പലയിടത്തും ഇപ്പോൾ തൊടുപുഴയിലാണെങ്കിൽ അവിടെ 5-ലേറെ വാഹനങ്ങളുടെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. കോഴിക്കോട് കക്കയത്ത് ഉരുൾപൊട്ടലിൽ അവിടെ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം അത് ജനവാസ മേഖലയോട് ചേർന്നാണ് എന്നുള്ളതാണ് അനീഷ് കുമാർ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൊടുപുഴയിലെ വിവരങ്ങൾ പങ്കുവച്ചത് PA സാഗർ.